Example 2, page number 385. Find the sample space associated with the experiment of rolling a pair of dice. One is blue and the other red once. Also find the number of elements of this sample space. Okay. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഡൈസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡൈയുടെ കളർ ബ്ലൂവും ഒരു ഡൈയുടെ കളർ റെഡ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് റെഡ് കളർ ഡൈയും ബ്ലൂ കളർ ഡൈയും ഇല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, ഒരു റെഡ് കളറിലുള്ള ഡൈ ഉണ്ട്, ഒരു ബ്ലൂ കളറിലുള്ള ഡൈ ഉണ്ട്. ഈ രണ്ട് ഡൈസും കൂടെ നമ്മൾ ഒരുമിച്ച് ത്രോ ചെയ്യാണ്, റോൾ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം എസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്തായാലും ഓർഡേഡ് പെയറിൽ തന്നെ എഴുതണം. കാരണം ഇവിടെ നമ്മൾ എഴുതുന്നത് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഓരോ ഡൈയിലും ടോപ്പിൽ വരുന്ന ഡോട്ട്സിന്റെ എണ്ണമാണ് നമ്മൾ സാമ്പിൾ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത്. സോ 1 1 എന്ന് എഴുതുമ്പോൾ അത് 11 എന്ന് വായിക്കും. സോ ആദ്യത്തെ ഡൈയിൽ 1, രണ്ടാമത്തെ ഡൈയിൽ 1 കാണിക്കുവാണെങ്കിൽ അതിന് ഓർഡേഡ് പെയർ ആയിട്ട് എഴുതാം, 1,1. സോ അങ്ങനെ നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാം. ഇങ്ങനെ എഴുതാം 1 1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡൈ, ദാറ്റ് മീൻസ് ബ്ലൂ ഡൈ ഷോസ് 1 ആൻഡ് റെഡ് ഡൈ ഷോസ് 1. സോ ദിസ് പോസിബിൾ ഔട്ട്കം ഈസ് 1,1. 1,2 ആകാം, 1 3, 1 4, 1 5, 1 6. ഓക്കെ, ഇനി 2 1, 2 2, 2 3, 2 4, 2 5, 2 6. ഈ ഓരോ ഓർഡേഡ് പെയറിലും first quantity shows the number of dots in rolling a first die, that is blue die. Second quantity കാണിക്കുന്നത് സെക്കൻഡ് ഡൈ ആയ റെഡ് ഡൈ ത്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോൾ കാണിക്കുന്ന നമ്പർ ഓഫ് ഡോട്ട്സ് ആണ്. So 2 1 means what? When throwing or when rolling a pair of dice, the blue die shows 2 and the red die shows 1. Okay, so അതിന് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റിൽ രണ്ട് കോയിനും ഒരുമിച്ച് റോൾ ചെയ്യാൻ. സോ അതിന്റെ സാമ്പിൾ പോയിന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഡൈയിലും കാണിക്കുന്ന ഡോട്ട്സ് എഴുതണം. സോ 21 എന്ന് എഴുതരുത്, അവിടെ എങ്ങനെ എഴുതണം? 2,1 എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റീസ് ഉണ്ട്. 3 1 ആകാം, 3 2, 3 3, 3 4, 3 5, 3 6. ഓക്കെ, വീണ്ടും 4 1, 4 2. കാരണം നമുക്കറിയാം ഓരോ ഡൈയിലും 1 മുതൽ 6 വരെ നമ്പേഴ്സ് കാണിക്കും. 4 3, 4 4, 4 5, 4 6, 5 1, 5 2, 5 3, 5 4, 5 5, 5 6. അതുപോലെ 6 1, 6 2, 6 3, 6 4, 6 5, 6 6. So these are the possible outcomes. അല്ലെ, ഇതിന് കൂടുതൽ വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഫസ്റ്റ് ഡൈ 1 മുതൽ 6 വരെ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ് ഡൈയും 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. സോ ടോട്ടൽ ഇത് എത്ര ഉണ്ടാവും കൂടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര ഉണ്ടാവും എണ്ണി നോക്കുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം പോസിബിൾ ഔട്ട്കംസ് ഓർ ദ സാമ്പിൾ സ്പേസസ് 1 2 3 4 5 6. രണ്ട് ഡൈ ത്രോ ചെയ്യുമ്പോഴാണ് ഇത്രയും സാമ്പിൾ പോയിന്റ്സ് വരുന്നത്. സോ 1 ഡൈ ആണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ് 6. 2 ഡൈസ് ആണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് 36. നേരത്തെ ചെയ്തതുപോലെ തന്നെ 6 to the power 1, 6 to the power 2. 3 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ റോൾ ചെയ്യുമ്പോൾ എത്ര സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാകും എന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 6 ക്യൂബ് എത്രയാന്ന് കണ്ടുപിടിച്ചാൽ, ദാറ്റ് ഈസ് 36 into 6 ചെയ്യുമ്പോൾ നമുക്ക് 216 എന്ന് വരും. സോ 216 സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാകും. സോ ഈ 216 ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സാമ്പിൾ സ്പേസ് സെറ്റിന്റെ രൂപത്തിൽ എഴുതാൻ കഴിയില്ല. സോ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സാമ്പിൾ പോയിന്റ്സിന്റെ എണ്ണം മാത്രമായിരിക്കും. സോ സാമ്പിൾ പോയിന്റ്സിന്റെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ത്രോയിങ് എ ഡൈയിലും ടോസിങ് എ കോയിനിലും രണ്ട് കോയിൻസ് ടോസ് ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് ഡൈ ത്രോ ചെയ്താലോ വരുന്ന സാമ്പിൾ പോയിന്റ്സിന്റെ എണ്ണം കൂടെ ഓർത്ത് വെക്കുക. ഞാനിതൊരു ടേബിൾ ആയിട്ട് തരുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓരോന്നിന്റെയും മനസ്സിലാക്കാൻ കഴിയും. Exercise 16.1, question number 1. A coin is tossed 3 times.
find the sample space. So ഇവിടെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു കോയിൻ തന്നെ 3 ടൈംസ് ടോസ് ചെയ്യാന്നുള്ളതാണ്. സോ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കമും, ദാറ്റ് മീൻസ് ഓരോ സാമ്പിൾ പോയിന്റും ആ ത്രീ ടൈംസ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വരുന്നത് ഏതാണോ അതാണ് ഒരു സാമ്പിൾ പോയിന്റ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ഈ കോയിൻ ഞാൻ 3 തവണ ടോസ് ചെയ്യുന്നതാണ് ഒരു റാൻഡം എക്സ്പെരിമെന്റ്. സോ പോസിബിലിറ്റീസ് നോക്കാം. ആദ്യം ടെയില്, രണ്ടാമതും ടെയില്, മൂന്നാമത് ഹെഡ്. സോ TTH എന്ന് എഴുതാം. സോ ഒരു കോയിൻ 3 ടൈംസ് ടോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് 3 കോയിൻസ് ഒരു തവണ ടോസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ സാമ്പിൾ സ്പേസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാവും? 2 ക്യൂബ്. ഇറ്റ്സ് ഈക്വൽ ടു 8 സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാവും. സോ ദ സാമ്പിൾ സ്പേസ് ഈസ് HHH. ദാറ്റ് മീൻസ് ഒരു കോയിൻ 3 ടൈംസ് ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഹെഡ് വരുന്നു, സെക്കൻഡ് ടൈം ഹെഡ് വരുന്നു, തേർഡ് ടൈം ഹെഡ് വരുന്നു. ഓക്കെ, അതൊരു പോസിബിലിറ്റി. വേറെ പോസിബിലിറ്റീസ് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ഹെഡ് വരുന്ന വിധത്തിൽ HHT, HTH, ഓക്കെ, THH. ഇനി ഒരു ഹെഡ് വരുന്ന വിധത്തിൽ HTT, THT, TTH. 3 തവണയും ടെയിൽ വരും, TTT. സോ ടോട്ടൽ 8 സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാക്കും. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു ട്രീ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള പോസിബിലിറ്റി ഹെഡ്, ടെയിൽ. ഈ ഹെഡിനെ അസോസിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഹെഡും ടെയിലും വരും. ഈ ടെയിലിനെ അസോസിയേറ്റ് ചെയ്തും ഹെഡും ടെയിലും വരും. സോ ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം. എഗെയിൻ തേർഡ് ടൈം വരുമ്പോൾ ഈ ഹെഡിനെ അസോസിയേറ്റ് ചെയ്ത് ഹെഡും ടെയിലും വരും, ഈ ടെയിലിനെ അസോസിയേറ്റ് ചെയ്ത് ഹെഡും ടെയിലും വരും, ഈ ഹെഡിനെ അസോസിയേറ്റ് ചെയ്ത് ഹെഡും ടെയിലും, എഗെയിൻ ഇവിടെ അസോസിയേറ്റ് ചെയ്ത് ഹെഡും ടെയിലും. ഇവിടെ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും HHH, HHT, HTH, HTT, THH, THT, TTH, TTT. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് സാമ്പിൾ സ്പേസ് എഴുതാവുന്നതാണ്. Exercise 16.1, question number 2. A die is thrown 2 times. Find the sample space. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈ 2 ടൈംസ് ത്രോ ചെയ്യുന്നു എന്ന് പറയുന്നത് 2 ഡൈസ് ഒരു തവണ ത്രോ ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, സോ ഒരു ഡൈ നമ്മൾ 2 ടൈംസ് ത്രോ ചെയ്യുന്നു. സോ ഫസ്റ്റ് ടൈം 1 വരുന്നു, സെക്കൻഡ് ടൈം 1 വരുന്നു. സോ അതിന് നമുക്ക് 1 1 എന്ന് എഴുതാം. അത് തന്നെയാണ് 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യുമ്പോൾ വരുന്ന പോസിബിലിറ്റി 1 1. ഓക്കെ, അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസ് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. നമുക്കറിയാം ഒരു ഡൈ 2 തവണ ത്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ വരുന്ന സാമ്പിൾ പോയിന്റ്സിന്റെ എണ്ണം 6 സ്ക്വയർ 36 ആണ് വരേണ്ടത്. ഓക്കെ, സോ സാമ്പിൾ സ്പേസ് റോസ്റ്റർ ഫോമിൽ എഴുതാം നമുക്ക്, കാരണം 36 ഔട്ട്കംസ് ആണ് എഴുതാനുള്ളത്. ഇനി എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലും സാമ്പിൾ സ്പേസ് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ പോസിബിൾ ഔട്ട്കംസ് 1,1 1 1 എന്ന് എഴുതരുത്, കാരണം 1 1 എന്ന് പറയുമ്പോൾ 11 എന്ന് വായിക്കും. സോ നമ്പേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ഓർഡേഡ് പെയർ തന്നെ എഴുതണം. 1 1, 1 2, 1 3, 1 4, 1 5, 1 6, 2 1, 2 2, 2 3, 2 4, 2 5, 2 6, 3 1, 3 2, 3 3, 3 4, 3 5, 3 6, 4 1, 4 2, 4 3, 4 4, 4 5, 4 6. Okay, 5 1, 5 2, 5 3, 5 4, 5 5, 5 6. The last 6 outcomes 6 1, 6 2, 6 3, 6 4, 6 5, 6 6. Okay, so these are the sample points. There are total 36 sample points.
Now let us write this sample space in set builder form. How will you write this in set builder form? So you can write either in roster form or in set builder form. So set builder form എഴുതുമ്പോൾ sample space ഓരോ എലമെന്റ്സും ഓർഡേഡ് പെയറിലാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡേഡ് പെയർ XY such that, okay, X is the number on the first throw and Y on the second throw of the die. Okay, അങ്ങനെ എഴുതും.